നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് അനാലിസിസ് ചെയ്യും. സെൻസെക്സ് നമ്മൾ 2-3 പേർ കമൻറ്റ് ചെയ്തായിരുന്നു. സോ നമുക്ക് ഇന്ന് മുതൽ ഡെയിലി സെൻസെക്സ് അനാലിസിസ് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ ഇൻഡെക്സ് അനാലിസിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി അനാലിസിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയും അതൊക്കെ എല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ചാർട്ട് അനാലിസിസ് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും കൂടി നമ്മൾ ഇത് മറക്കേണ്ട, നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ഡെയിലി ലെവൽസൊക്കെ എല്ലാം നമ്മൾ ലേണിംഗ് പർപ്പസ് ലെവൽസാണ്. സോ ഏൺ ചെയ്യുക അതാണ് ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ ഫോർ ഫ്യൂച്ചർ ട്രേഡിങ്. ഞാൻ നമ്മുടെ ചാർട്ട് അനാലിസിസിൽ ഇന്നലത്തെ അനാലിസിസ് ഞാൻ ഈ ഒരു ലെവൽസാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ഇത്ര ലെവൽസാണ്. ഒരു ട്രെൻഡ് ലൈൻ, റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ കൂടി ഷെയർ ചെയ്തായിരുന്നു. ഉണ്ടോ? ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ? കറക്റ്റ് അവിടെ നിന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു കേട്ടോ ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി ക്രോസ് ചെക്ക് ചെയ്യുക. ആൻഡ് താഴെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, താഴെ നിന്ന് ഒരു സപ്പോർട്ട് ബ്ലാക്ക് കളറുടെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി ഷെയർ ചെയ്തായിരുന്നു. ആൻഡ് ഇന്ന് എക്സാക്റ്റ് കണ്ടോ, മോർണിംഗിലും ഇന്ന് എക്സാക്ട് ഈവനിങ്ങിൽ ലാസ്റ്റ് ടൈമിൽ അവിടെയാണ് ഇന്ന് ലോ അടിച്ചേക്കുന്നത്. അവിടെ നിന്ന് ഒരു ഷാർപ്പ് ബൗൺസാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ഓപ്പണിങ്ങിൽ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല, ഓപ്പണിങ് ഇന്ന് ക്യാൻഡിൽ 15 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആയിരുന്നു. അതാണ് ഒരു വീക്ക്നെസ് സൈൻ ആയിരുന്നു. ഓപ്പൺ ഇസിക്കൽ ടു ഹൈ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് സൈൻ ആയി. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഓർ 1 ഡേ ക്യാൻഡിലാണ്, ആ 1 ഡേ ടൈം ഫ്രെയിമിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആണോ ഇല്ലാന്ന്. മോസ്റ്റ്ലി ചില സമയത്ത് അവർ ട്രാപ്പ് ചെയ്യാറുണ്ട്. സോ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കാൻ കുറച്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മൾ സഡൻ ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽസിലേക്ക് വരിക. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ഓർ ഓപ്പൺ ഇസിക്കൽ ടു ലോ ഉണ്ടോ എന്നില്ലാന്ന്. ഓക്കെ, സോ ഇന്ന് നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് ഓപ്പൺ. ബട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ പോകുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 15 മിനിറ്റ്സ് ചാർട്ടിൽ 1 അവർ ചാർട്ടിൽ 1 അവറിൽ ഇന്ന് കാണുന്നുണ്ട്. ഓക്കെ, ചില സമയത്ത് ഇങ്ങനെ ട്രാപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അവർ. സോ നമ്മൾ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇന്ന് ചെറിയൊരു ബൗൺസ് കിട്ടിയായിരുന്നു. ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. റെഗുലർ ബേസിൽ ലൈവ് മാർക്കറ്റ് ചെയ്യാൻ സമയത്ത് എന്തെങ്കിലും സപ്പോർട്ട് റെസിസ്റ്റൻസ് കിട്ടുവാണെങ്കിൽ മേജർ ഞാൻ അങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇനി ഞാൻ കമൻറ്റ് ചെയ്തതാണ് 23,600 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ഫോർവുള്ളൂ. ഇന്ന് മോർണിംഗ് കാലത്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ 23,600 അവിടെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിച്ചു. ബൗൺസ് ആണ്. പിന്നെ ലാസ്റ്റിൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് സഡൻ ഒരു ഹ്യൂജ് ഫോളാണ്. കമൻറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ തന്നെയാണ് 23,000 ബിലോ ആണ് ഫർദർ ഫോൾ, അങ്ങനെയാണ് ഞാൻ ഇന്ന് കമൻറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, സോ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ഇവിടെ കുറച്ച് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ലാസ്റ്റ് സഡൻ ഒരു ഹ്യൂജ് ഫോൾ താഴേക്ക് ഇങ്ങനെ വന്നു. വീണ്ടും പിന്നെ ബൗൺസ് വന്നത് ആ ഒരു റെസിസ്റ്റൻസ് വീണ്ടും. സോ കൺസൾട്ടേഷൻ വീണ്ടും ഒരു ബൗൺസ് വന്നു. ആ ബൗൺസ് വന്നത് ഇത് റെസിസ്റ്റൻസ് ആക്കി ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് 23,600 ആ ബൗൺസ് വന്നത്. ഓക്കെ, പിന്നെ വീണ്ടും ലാസ്റ്റിൽ ഒരു ഫോൾ. അത്ര പ്രത്യേകിച്ചൊന്നും മാർക്കറ്റിൽ ഒന്നും ഐ തിങ്ക് ഓപ്ഷൻ ബയർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അത് രാവിലെ മാത്രം ആ ഒരു ഫോളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയ സ്പൈക്ക് സീസ് ആയിട്ടുണ്ട്. ബാക്കി ഫുള്ള് കൺസൾട്ടേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ ഇനി നാളത്തേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ ട്രെൻഡ് ലൈൻ എന്തായാലും നമ്മുടെ ഇരിക്കട്ടെ. ഇനി നാളെ നമ്മുടെ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ വെച്ചോളൂ, ഓർ ഇത് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് പറയാനുള്ളത് ഇനി ഈ ഒരു ലോ, ഓക്കെ 23,500 നാളെ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ നാളെ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഫോൾ നമുക്ക് താഴേക്ക് കിട്ടും. ഓക്കെ, ആ ഫോൾ നമുക്ക് നമ്മൾ ലെവൽസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ആ ഫോൾ ഇവിടെയൊക്കെയാണ് 23,400. അതിൻ്റെ ഇടയ്ക്കൊരു ലെവലാണ് നമ്മുടെ ഈ ഒരു ലോ, ഇവിടുത്തെ ഒരു ലോ 23,450. ഓക്കെ, 23,400. ഓക്കെ, ഇതിൻ്റെ അബവ് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ്, നമ്മുടെ മേജർ റെസിസ്റ്റൻസ് 23,800 എന്തായാലും അത് ഇരിക്കട്ടെ. അതിൻ്റെ അബവ് ഈസിലി ഇപ്പോൾ പോകില്ല. ഓക്കെ, ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 23,620 ഇത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു റെസിസ്റ്റൻസ് ആണ് നാളെ മോർണിംഗിലേക്ക്. ഓക്കെ, പിന്നെ ആണ് സപ്പോർട്ട് സോൺ എന്താണെന്ന് വെച്ചാൽ എന്താ റീസൺ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി സപ്പോർട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. സപ്പോർട്ടാണ് ഇനി അപ്കമിങ് ഡേയ്സിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും. ഐ തിങ്ക് നിഫ്റ്റി ഒരു ടൈപ്പ് ഓഫ് ചാനലിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, പീനിയൻ പാറ്റേൺ ഓർ ചാനൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക്
നോക്കാം. ഇത് കണ്ടോ, പീനിയൻ പാറ്റേൺ ഓർ ചാനൽ. സോ നാളെ ഓപ്പണിംഗ് എങ്ങനെ അത് നോക്കണം. ഓക്കെ, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ, ഈ പീനിയൻ പാറ്റേണിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ പ്രൈസ് താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും, കുറച്ചുകൂടി താഴെ. അപ്പോൾ സപ്പോർട്ട് വരുന്നത് ഈ ഒരു സോണാണ്, ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ. ഞാൻ കൺഫ്യൂസ് ആക്കുന്നില്ല, അതുകൊണ്ടാണ് ട്രെൻഡ് ലൈനായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പാറ്റേൺസ് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല വെച്ചാൽ ആക്ച്വലി പ്രൈസ് ഈ ഒരു വേവ് കാൽക്കുലേഷനിൽ നമ്മുടെ ഈ ഒരു വേവ് താഴെ സെൽ ഓഫ് വന്നില്ല 1 2 3 4 5 അതിൽ ഒരു പ്രാവശ്യം കൂടി താഴേക്ക് വരേണ്ടതാണ്. അതാണ് ശരിക്കും ഒരു ഉദ്ദേശം. ഓക്കെ, മേ ബി ബൗൺസ് വരാം, ഇല്ല, കാരണം ഈ ഒരു പീനിയൻ പാറ്റേൺ ഇത് കൺസൾട്ടേഷൻ ചിലപ്പോൾ ഒരു ബൗൺസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ പ്രൈസ് നാളെ അല്ലെങ്കിൽ അപ്കമിങ് ഡേയ്സ് വീണ്ടും താഴേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നല്ല ഒരു ബൈങ് വരേണ്ടതാണ്. ഈ ഒരു ഏരിയ 23,000, ഈ ഒരു ഏരിയ 23,400 350 ഇതൊക്കെ നല്ല ഒരു ബൈങ് സോണായിരിക്കും, ബൈങ് ഏരിയ ആയിരിക്കും. ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏതായിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു റാലി സ്റ്റാർട്ട് ആയതാണ്. ഓക്കെ, റാലി എന്ന് വെച്ചാൽ നല്ല ഒരു ബൈങ് സ്റ്റാർട്ടായ ഏരിയ ആണ് ഇത്. യെസ്, 23,550. ഞാൻ ഇവിടെ ഈ ഒരു സെൽ ഓഫിൻ്റെ ഒരു ദാറ്റ് മീൻസ് ഇവിടെ ഈ ഒരു ലെഗ് 5 ഈ ഒരു ഫോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു 5 മൂവ്സ് ഫുള്ള് താഴെ ഇവിടെ കംപ്ലീറ്റ് ആകും. ഓക്കെ, ഈ ഒരു സോണിൽ അത് തീരും, ഫിനിഷ് ആകും. സോ ഇവിടുന്ന് ഒരു നല്ലൊരു ഫ്രഷ് ബൈങ് ജനറേറ്റ് ആവേണ്ടതാണ്. ഓക്കെ, ഫ്രഷ് ബൈങ് ഇവിടുന്ന് ജനറേറ്റ് ആവേണ്ടതാണ്, ഒരു ഫ്രഷ് ലെഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇതാണെന്ന് വെച്ചാൽ ഞാൻ ഒരു തിക്കായിട്ട് ബോക്സ് ആക്കി മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, സോ ആ ഒരു ഏരിയ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്ടാങ്കിൾ ഞാൻ എടുക്കുന്നു, 350 ടു ഈ ഒരു ഏരിയ ആണ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഏരിയ നല്ല ഒരു ബൈങ് സോൺ ആയിരിക്കും, 350 and 300 ആ ഒരു റേഞ്ചാണ്. സോറി ബട്ട് ഇവിടുന്ന് ഈ ഒരു ബോക്സ് ആയിട്ടാ ഈ ഒരു കാണിച്ചു. സോ 420 to 360 അതാണ് വരുന്നത്, 420 to 360. മനസ്സിലായി? ഈ ഒരു വിഗ് അടിച്ച് കയറ്റിയതല്ലേ ഇത്, കണ്ടോ? ഇവിടെ സെൽ ഓഫ് ഇവിടെ നിന്നാണ് നല്ലൊരു റാലി സ്റ്റാർട്ട് ചെയ്തത്. സോ അവിടെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ബൈങ് ജനറേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു വിഗ്, ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ വിഗ് അതാണ് 420 to 360 വരെ, 420 to 360 അത് മാർക്ക് ചെയ്ത് വെച്ചോ. 420 to 360. ഓക്കെ, ഇപ്പോൾ ശരിയായി. 420 360 അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇതാണ് നല്ല ഒരു ബൈങ് സോൺ. എപ്പോഴാണ് വരണേ? ഈ ഒരു പീനിയൻ പാറ്റേണിൻ്റെ അല്ലെങ്കിൽ താഴെ മോർണിംഗിൽ എപ്പോഴാണ് വരുന്നത്? ഇവിടെ വന്ന ഈ ഒരു ഫോളിൻ്റെ ടാർഗറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇവിടുന്ന് വേറൊരു ഫ്രഷ് പുതിയ ലെഗ് സ്റ്റാർട്ട് ആവുന്നത്. സോ ഈ ഏരിയ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പി പൊസിഷൻ ആരും എടുക്കേണ്ട, ഹോൾഡ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ. നമ്മുടെ ബാങ്ക് നിഫ്റ്റി കിടക്കാം. ബാങ്ക് നിഫ്റ്റി കിടക്കുന്ന മുന്നേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് പ്ലീസ്. നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ എല്ലാവരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റി കണ്ടോ? ബാങ്ക് നിഫ്റ്റി എല്ലാവരും ബൗൺസിൽ സെൽ ഓഫ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഈ ഒരു സോൺ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ശരിക്കും നല്ലൊരു വീക്കാണ്. ബട്ട് അവർ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവർ വീണ്ടും മുകളിലേക്ക് കയറ്റാനുള്ള ചാൻസസ് ഉണ്ടാകും. കാരണം ഇത് കണ്ടോ, ലോവർ ലോ ഇത് ഒരു ഡൈവർജൻസ് കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഡൈവർജൻസ് കണ്ടോ, RSI ഡൈവർജൻസ് കണ്ടോ താഴെ. സോ മേ ബി ഒരു ചാൻസസ് ഉണ്ട് അവർ ഫോൾ തെരഞ്ഞ് മുന്നേ തന്നെ ആദ്യം എന്ത് ചെയ്യും, അവർ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ആദ്യം പ്രൈസ് മുകളിലേക്ക് കയറ്റി കൊടുക്കും നമ്മുടെ ട്രാപ്പ് ചെയ്യാൻ. ബാങ്ക് നിഫ്റ്റി ഇങ്ങനത്തെ ഒരു ചാനലിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. അതിൻ്റെ ബ്രേക്ക് ഔട്ട് ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ് തോന്നുന്നു. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇനി ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആയിരിക്കും. 49,200 ബിലോ ആണ് ഫർദർ ഫോൾ ഇനി വരുള്ളൂ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു സോൺ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് നല്ലൊരു ഏരിയയിലാണ്, ഇപ്പോൾ ബ്രേക്ക് ഔട്ട് തരുന്ന ഏരിയയിലാണ്. നോക്കാം കേട്ടോ. ഫർദർ ഫോൾ വീക്ക് ആവുന്നത് 49,200 ഏരിയയിലാണ്. ഓക്കെ, ഒരു പീനിയൻ പാറ്റേൺ ഇതിൻ്റെ ലെഗ് ഓൾമോസ്റ്റ് കയറിയിട്ട് 1 2 3 4 550 ബ്രേക്ക് ഔട്ട് തന്നെയുണ്ട്. നോക്കാം. ഓക്കെ,
ബാങ്ക് നിഫ്റ്റിയിൽ ബിയറിഷ് ആവേണ്ട. സെൽ ഓൺ റൈസിൻ്റെ ആ ഒരു സ്ട്രക്ചർ അവന് മുന്നേ ഫസ്റ്റ് എന്താ വെച്ചാൽ എൻഡി ഡയഗണൽ പാറ്റേൺ ഉണ്ടല്ലോ, അതാണ് ഇത് കണ്ട. എൻഡി ഡയഗണൽ പാറ്റേൺ മീൻസ് ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഫോളിൻ്റെ എൻഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ബൗൺസ് വരേണ്ടതാണ്. ആ ബൗൺസ് എവിടെ വരെ വരും? 49,980. ഓക്കെ, പിന്നെ ഫസ്റ്റ് റെസിസ്റ്റൻസ് 49,750 ഉണ്ട് ഒരു റെസിസ്റ്റൻസ്. ഇതൊരു റെസിസ്റ്റൻസ് ആണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു റെസിസ്റ്റൻസ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമ്മുടെ ഇടയ്ക്ക് ഇവിടെ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന 49,600 ആയിരിക്കുള്ളൂ. റീസൺ എന്താ? ഇവിടെ ഒരു കണ്ടോ പിൻ ബാർ ഫോം ആയത് ഇവിടുന്ന് ഈ ഒരു സപ്പോർട്ട് കണ്ടോ, പിന്നെ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തു. ആൻഡ് ദെൻ ഇവിടെ ഒരു കുഞ്ഞ് ഈ 3 ക്യാൻഡൽസിൻ്റെ ഇടയിൽ ഇവിടെ കണ്ടോ 1 2 ഈ 3 ക്യാൻഡൽസിന് ചെറിയൊരു FEG ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ 49,600 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സോ അത് സപ്പോർട്ടായിട്ട് മാറും കേട്ടോ. 49,600 അവിടെ ഉണ്ടാവും. ഓക്കെ, സോ അത് ശ്രദ്ധിക്കണം. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഒത്തിരി ബിയറിഷ് അല്ല. ഇനി ഇപ്പോൾ മേ ബി ഫസ്റ്റ് മുകളിലേക്ക് പോയിട്ട് ഗ്യാപ്പ് അപ്പ് സംതിങ് ഇങ്ങനെ ഓപ്പൺ ആണെങ്കിൽ സോ 1-2 താഴെ ഇവിടെ ജസ്റ്റ് ഒന്ന് കൺസോൾട്ടേഷൻ കാണിച്ച് പിന്നെ ആയിരിക്കും അപ്പ് മൂവ്. ബട്ട് അത് നാളെ തന്നെ തരുമോ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ എൻഡി ഡയഗണൽ പാറ്റേൺ ആണെങ്കിൽ അതൊരു കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, പിന്നെ കാരണം എന്ന് വെച്ചാൽ ABC ആയിട്ടാണ് അത് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണത്. ABC എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകും പ്രൈസ് A കംപ്ലീറ്റ്, ദെൻ B താഴേക്ക് വരും, പിന്നെയാണ് C മുകളിലേക്ക് പോകുകയുള്ളൂ. അങ്ങനെയാണ് യൂഷ്വലി ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഇത് എൻഡിങ് ആയി. ദാറ്റ് മീൻസ് ഈ ഫോളിൻ്റെ എൻഡാണെന്ന് യൂഷ്വലി പറയാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സെൻസെക്സിലേക്കാണ്. സെൻസെക്സിൻ്റെ ആ ഒരു അനാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെൻസെക്സിൽ എനിക്ക് പറയാനുള്ളത് ഇത് ഐ തിങ്ക് പണ്ടേ ഞാൻ ഇപ്പോഴാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽസ് കാര്യങ്ങൾക്ക് ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. സെൻസെക്സിൽ റെസിസ്റ്റൻസ് ചെയ്തിരിക്കട്ടെ. സെൻസെക്സിൽ ചില ദിവസം ഭയങ്കര ഹ്യൂജ് മൂവ് ഉണ്ടാവാറുണ്ട്. സെൻസെക്സ് പിന്നെ ഐ തിങ്ക് എക്സ്പയറി ട്യൂസ്ഡേ ആക്കി കേട്ടോ അവർ. സോ ശ്രദ്ധിക്കണം. സെൻസെക്സിൽ 48,460 റെസിസ്റ്റൻസ് ആണ്. സെൻസെക്സിൽ 1 hour ചാർട്ടിൽ സെൻസെക്സിൽ 1 hour ചാർട്ടിൽ യെസ് ഇത് തന്നെ ഇവിടെ ഒരു ബൈങ് സോൺ സെൻസെക്സിൽ ഐ തിങ്ക് നമ്മുടെ ഈ ഒരു വിഗ് തന്നെ വിഗിൻ്റെ ലോവർ പോർഷൻ ആയിരിക്കുള്ളൂ. ഏത് ഈ 1 hour ചാർട്ടിൻ്റെ ഈ ഒരു വിഗിൻ്റെ ഈ ഒരു ലോവർ പോർഷനാണ് നമ്മുടെ ബൈങ് സോൺ. സോ നിയറസ്റ്റ് അവിടെ തന്നെ കിടക്കണുള്ളൂ കേട്ടോ സെൻസെക്സ് ഉണ്ടാകും. സോ ബിയറിഷ് ആവുന്നത് ഐ തിങ്ക് ഈ ബോക്സിൻ്റെ ബിലോ തന്നെയാണ് ബിയറിഷ് ആവുള്ളൂ. ബട്ട് ഇവിടുന്ന് ബുള്ളിഷ് അല്ല. പ്രൈസ് ഇവിടെ വന്നിട്ട് കൺസോളിഡേഷൻ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ക്യാൻഡിൽ ഹെൽത്തി ക്യാൻഡിൽ ഫോം ആവണം. എപ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഗ്രീൻ ബോക്സ് ഞാൻ ഷെയർ ചെയ്യാനുണ്ടല്ലോ നിങ്ങളുടെ കൂടെ. ഗ്രീൻ ബോക്സ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു ഈ പിൻബാർ പാൻ കണ്ടിട്ടുണ്ടോ, പിൻബാർ ഫോം ആവണം, പ്ലസ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആവണം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ബേസിലാണ് നമ്മൾ ശരിക്കും ട്രെൻഡ് നമ്മുടെ തീർന്നു ആൻഡ് ദെൻ നെക്സ്റ്റ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അങ്ങനെയൊക്കെ ഫുൾ അനലൈസിസ് ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കാവുള്ളൂ. അപ്പോൾ ചെറിയ SL വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം, മനസ്സിലായി. അല്ലാണ്ട് വെറുതെ ചുമ്മാ ഇപ്പോൾ ഈ സൂണിൽ വന്ന് കണ്ണടച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ട്രാപ്പാവും. സോ മേ ബി നാളെ വീണ്ടും ഇവിടെ ഒരു ഡിപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. ഇവിടുന്ന് പിന്നെ ആയിരിക്കും ഫർദർ അപ്സൈഡ്. ഓക്കെ, സോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇതുകൊണ്ടോ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ, ഏതൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് വെച്ചേക്കണം. സോറി. ഓക്കെ, സോ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ജനറേറ്റ് ആയതാണ് ഈ ഒരു ഏരിയ 77,760. ഇത് നല്ല സെല്ലിംഗ് പ്രഷർ ജനറേറ്റ് ആയതാണ്. ഇവിടെ സപ്പോർട്ട് എടുത്തു, ദെൻ സപ്പോർട്ട് ഇവിടെ ഒരു സപ്പോർട്ട് 780, ഓൾമോസ്റ്റ് വേണമെങ്കിൽ 78,000 തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. 78,000 റെഗുലർ ബേസിൽ പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങി മാത്രമേ ഫർദർ അപ്സൈഡ് മൂവ് കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ റെസിസ്റ്റൻസ് ഇല്ല. പിന്നെ വരുന്നത് ഇവിടെ OB ഉണ്ട് 8,200 ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, സോ അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും 78,200 ഏരിയയിൽ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ ഇവിടുന്ന് പിന്നെ മുകളിലേക്ക് നോക്കാവുള്ളൂ. ഇതിൻ്റെ ബിലോ 77,200 ബിലോ പ്രൈസ് പോയാൽ പിന്നെ വീക്ക്നെസ്, പിന്നെ ഈ ഒരു ലോ നമ്മുടെ സപ്പോർട്ടായിട്ട് മാറും. ഇൻ കേസസ് അത് പോയാൽ നമ്മുടെ ഈ ഒരു ലോ 77,000 കറക്റ്റ്. ഓക്കെ, അവിടെ വരെ പോകാൻ പാടില്ല. ബട്ട് മാർക്കറ്റാണ് നന്നായി ട്രാപ്പ് ചെയ്യുന്നത്.
ഓക്കെ. സോ ശ്രദ്ധിക്കണം സെൻസിറ്റീവ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിഫ്റ്റിയിൽ ഞാൻ മറന്നു വെച്ചാൽ നമ്മുടെ ഇതൊരു ലേണിംഗ് കാര്യമാണ്, ലേണിംഗ് ബേസ് കാര്യമാണ് കേട്ടോ, അല്ലാണ്ട് മറ്റേ ഇതല്ല. നമ്മുടെ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സോൺ ഞാൻ ഷെയർ ചെയ്ത സോണാണല്ലോ, ഏതായിരുന്നു സോൺ? യെസ്, ഈ ഒരു സോൺ ഇത് നല്ലൊരു ബൈങ് സോണാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വിഗ് കണ്ടോ, വിഗിൻ്റെ ഒരു 1 അവറിന് നമ്മുടെ ഈ ഇങ്ങനത്തെ ഒരു വിഗ് ഫോം ആവണം, മനസ്സിലായോ? 1 അവറിൽ ഇങ്ങനത്തെ ഒരു വിഗ് ഫോം ആവണം, പ്ലസ് വോല്യൂം ഉണ്ടാവണം ആ ഒരു ക്യാൻഡിലിൽ, അവിടെ നല്ലൊരു വോല്യൂം ഉണ്ടാവണം, ക്യാൻഡിൽ വലുതാവണം, അത്യാവശ്യം നല്ലൊരു ഹെൽത്തി വലിയ ക്യാൻഡിൽ വേണം. എന്നിട്ടേ നമുക്കത് ഒരു ബൈങ് സോൺ ആയിട്ട് നമുക്കത് പറയാൻ പറ്റും. കണ്ടോ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഇങ്ങനെ തന്നെ ഒരു വിഗാണ്. ഓക്കെ. സോ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ കൺസോൾട്ടേഷൻ നടന്നു. ഓക്കെ. അതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ എന്തായി, പ്രൈസ് താഴേക്ക് വന്നിട്ട് അടിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി, മനസ്സിലായോ? ആരാ കൊണ്ടുപോയത്? ബയേഴ്സാണ്. പിന്നെ ആ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, മനസ്സിലായോ? പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോലും വന്നിട്ടില്ല. പിന്നെ ക്യാൻഡിൽസിന് ലെങ്ത് കണ്ടോ, പിന്നെ റെഡ് ഒരു ക്യാൻഡിൽ മറ്റേ ക്യാൻഡിലിൻ്റെ ബിലോ ക്ലോസ് ആവുന്നില്ല, ഹെൽത്തി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ അത് ഫൈൻഡ് ചെയ്യാറുള്ളൂ. ഓക്കെ. സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കൂടി കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവ് ആവുക കേട്ടോ. ഡെയിലി ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ. So see you in the next video. Like and subscribe to the channel. Thank you.